ശ്രീദേവി ദുർഗ തിയേറ്റർ. ഞാൻ ഫാൻ ഷോ എന്ന് പറയുകയാണെങ്കിൽ വിജയണ്ണൻ്റെ പടത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് കാണുമ്പോൾ ആളുണ്ട്, പക്ഷേ നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. അതൊന്നും പറയണ്ട, ശരിയാണ്. നമ്മൾ ശ്രീദേവി ദുർഗയിലാണുള്ളത്. ഇതാ ഇങ്ങനെ ക്യൂ ഒക്കെ വെച്ചിട്ടാണ് ഫാൻ ഷോ ആണ് ഗൈസ്. നമ്മൾ അങ്ങനെ ആരും തരം താഴ്ത്തി പറയുന്നല്ല. പറയുകയാണെങ്കിൽ നമ്മുടെ കങ്കുവ ഫാൻ ഷോ 4 AM പടത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. കുഴപ്പമില്ല, ഫില്ലാണ്. പക്ഷേ നമുക്കൊരു ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പോഴും എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ സത്യം പറയാലോ, ഞാൻ വിജയണ്ണൻ്റെ പടത്തിന് മാത്രമേ ഫസ്റ്റ് ഷോ വന്നു. ഏത് പടത്തിലാണ് ഞാൻ എടുത്ത് തുറന്ന് പറയും. നമ്മളിതാ ശ്രീദേവി ദുർഗയിലുള്ളത്. ആൾക്കാരൊക്കെ ഉണ്ട്, ഇത്രയുണ്ട്. നമ്മുടെ സീറ്റ് അടിച്ച് വാങ്ങിച്ചതാണ്. മീൻസ് അതായത് എന്താ പറയുക, നമ്മുടെ സീറ്റിൽ വേറെ എച്ചിലുള്ള ആൾക്കാർ കയറിയിരിക്കുക. അപ്പോൾ പിന്നെ വിടുവോ? നമ്മൾ വിജയിൻ്റെ പടത്തിനെ വന്നിട്ട് റിക്ലൈനർ എടുത്തവരാണ് നമ്മൾ. എന്ത് പറയുന്നത്? ടൈം 4:10, 4 മണിക്കുള്ള ഷോ ഇല്ലാതെ തോന്നണം. ഫുൾ സീന്. ഓരോ ആൾക്കാർ സീറ്റ് നമ്പർ നോക്കിയിരിക്കാണ്ട് നമ്മൾ പിന്നെ കറക്റ്റായി ഇരിക്കും. എല്ല് പറഞ്ഞാൽ എല്ലിലിരിക്കും. അത് അന്നും ഇങ്ങനെ തന്നെ. ഇയാളാണ് നമ്മൾക്ക് സെറ്റാക്കി തരണം. നമ്മളിങ്ങനെ സീറ്റ് വേറെ ആളായിരുന്നു, ആദ്യമൊക്കെ തട്ടി മാറ്റി. നമ്മൾ അന്നും ഇങ്ങനെ തന്നെ. വിജയൻ്റെ പടത്തിനാണ് ശരി, സൂര്യൻ്റെ പടത്തിനാണ് ശരി, നമ്മൾ കറക്റ്റ് സീറ്റ് നമ്പറിൽ ഇരിക്കുള്ളൂ. വിജയൻ്റെ പടത്തിന് ചിലപ്പോൾ മാറും. ഗോട്ടിന് അങ്ങനെയായിരുന്നു. പറയുകയാണെങ്കിൽ സമയം 4:25. ഇനിയും പടം ഇട്ടിട്ടില്ല. നമ്മളിതൊക്കെ വ്ളോഗിൽ പറയും എന്താണെന്ന്. നമ്മളെ ഇപ്പൊ കറക്റ്റ് 4:25 പടം ഇട്ടിട്ടില്ല. നമ്മള് ശ്രീജിത്ത് ഗോപിനെ വിളിച്ചു. ആള് പറയുന്നത് എന്താ പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വന്നു, എവിടെയും പടം ഓടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൈരളിയിലും ഇല്ല, എവിടെയും ഇല്ല. അപ്പോൾ ഇടുന്നൊക്കെ തോന്നണോ? ഇതായിരിക്കില്ലേ പറഞ്ഞ. ഇതാണ് അവസ്ഥ. അതേ ഒക്കെ നിൽക്കണോ, കുറച്ച് പേര് നിൽക്കണോ. എല്ലാത്തിനും കാരണം ഇയാളാണ്. ഈ ഒരു മനുഷ്യനാണ് എല്ലാത്തിനും കാരണം. ഗ്ലാസ് ഉണ്ട്, പക്ഷെ ടിക്കറ്റ് ഇല്ല. ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആള് നേരെ ശ്രീജിത്ത് ഗോപിനെ വിളിച്ചിട്ടുണ്ട്. അതായത് ഈ സൂര്യന്റെ വലങ്കൈ. ഒന്ന് ഫാസ്റ്റ് ആക്കാൻ പറയും. ഒന്ന് സ്പീഡാക്കാൻ പറ്റുമോ? ഗായ്സ്, ഇവര് കത്തിട്ടൊന്നും കാര്യമില്ല. സർട്ടിഫിക്കറ്റ് വരാണ്ട് എങ്ങനെ പടം ഇടുക അല്ലേ? ഇപ്പൊ 8 മണിയാവാനായി ഗായ്സ്. അപ്പൊ നമ്മുടെ കങ്കുവ മൂവി കണ്ടിട്ട് വരികയാണ്. റിവ്യൂ എങ്ങനെയുണ്ട് ചോദിച്ചു പറഞ്ഞാൽ ഞാൻ കുറച്ച് സീൻ ഇറങ്ങി, പക്ഷെ ഇപ്പൊ കറക്റ്റ് എല്ലാ പടവും കണ്ടു. റിവ്യൂ എങ്ങനെയുണ്ട് പടം? ടോട്ടലി സെക്കൻഡ് ഹാഫിലാണ് ഫുൾ ഉറങ്ങിയത്. ഈ പടത്തിന് ഇത് ഒരു കാഭാഗൊന്ന് കണ്ടു തോന്നുന്നു. ഒരു ഗൈസ് ഇവിടെ കട്ടൗട്ടൊക്കെ വെച്ചേക്കണം. ഇത്ര വലിയ വെച്ചിട്ട് ഇവര് അതിന്റെ ആൾക്കാരാണ്, ഫാൻസ് അസോസിയേഷൻ. പിന്നെ ഗൈസ് നമ്മൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് റിവ്യൂ ഇടാം എൻ്റെ ഓൺ ചാനലിൽ. നന്നായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായി. രാവിലത്തെ ഉറക്കം സൂപ്പറായി. മര്യാദയ്ക്ക് റിവ്യൂ പറഞ്ഞിട്ട് പടത്തിന് പോകാണ്ടിരുന്നാൽ മതി. ഇയാളാണ് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങണോ? എനിക്ക് ഉറക്കം വന്നു പോയി. വേറെ വഴിയില്ല. പക്ഷെ നല്ല പടമായിരുന്നു അല്ലേ? ഉറക്കം വന്ന് സൂപ്പർ പടമായിരുന്നു. മറ്റേ തങ്കുവിന്റെ സ്റ്റോറി കാണിക്കില്ലേ, അതൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നല്ല സീരിയസ്ലി. പക്ഷെ എന്താണ് എന്നെ മനസ്സിലായി കാര്യമില്ല. അതൊക്കെ തുടക്കം എങ്ങനെയുണ്ട് പറ? അത് മറ്റേ ദിശ പട്ടാനി, യോഗി ബാബു, നമ്മുടെ ഫ്രാൻസിസ്, എന്താ അവന്റെ പേര്? ഫ്രാൻസിസ്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നല്ല അടിപൊളി പടം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഫ്രണ്ടിലായിരുന്നു, കുറച്ച് ഒരു 5 സീറ്റ് ബാക്കില്.
അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥ. ഞാൻ പോയി ഓരോ ഷേപ്പ് കൂടി സൂപ്പർ ബ്രോ. നമ്മളിപ്പോൾ പോയിട്ടുണ്ടാവും ഗ്രീൻ ടീ കുടിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ചെക്കൻ. എങ്ങനെയുണ്ടാ ചെക്കൻ? ഡേറ്റിങ്ങിലാണ് ഗൈസ്, ഡയറ്റിങ്. ശരി, അതാണ് ഗൈസ്, ഇതാണ് മുതൽ അല്ലേ? ഇതാണ് അടിപൊളിയാണ്. ഈ ഷെയ്ക്ക് കുടിച്ചാലാണ് തടി കമ്മിയാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുടിച്ചു, ഞാൻ ശരിക്കും ഇതിൻ്റെ അവർക്ക് കൊളാബ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പേര് പറയടാ. ഹെർബാ ലൈഫ്. പിന്നെ തടി കമ്മിയാക്കാനും ഇത് കൊളാബറേഷനൊന്നുമല്ല, എനിക്കിവിടെ നിന്ന് ഫ്രീ ഗ്രീൻ ടീ തന്നു. അപ്പോൾ അതിന് കഷ്ടപ്പെട്ടെടുക്കുന്ന ഷോട്ടാണ്. ദിസ് ഈസ് അവർ പാലക്കാട്, മോർണിംഗ് ബ്യൂട്ടി ഓഫ് പാലക്കാട്. നമ്മളിപ്പോ പുതിയതായിട്ട് എന്താ അതിന്റെ പേര്, ഡോക്ടർ സരിൻ. ഇനി അപ്പുറത്ത് വേറെ ആളുടെ ഫ്ലക്സ് വരും. ശരിക്കും പറഞ്ഞാൽ സരിനാണ് ശരി അല്ലേ? അതല്ല, അങ്ങനെയാണ് പറയണത് എല്ലാവരും. നോക്കാം. പാലക്കാട് ചുരം. എനിക്ക് ഇതിന്റെ പേരറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ഇതെന്താണ്? ഞാൻ കൊടുത്താ ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ മണ്ണാർക്കാട് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ? എന്തിനാണെന്ന് പറയട്ടാ, മണ്ണാർക്കാട് എന്തിനാ വന്നെന്ന് പറയട്ടെ. ഇല്ല, പറയില്ല ഗൈസ്, ആര് ചോദിച്ചാലും പറയില്ല. എനിക്ക് എന്താ പറയുക, മൊയ്തീന് കൊടുത്ത വാക്കാണ്. ഗായ്സ്, സൺ ഓഫ് കർട്ടി എൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് ഹെൽമെറ്റ് എനിക്കാണ്. വരുമ്പോഴെങ്കിലും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് തലവേദന എടുത്തു. ഞാനത് പറയാൻ വേണ്ടി വരികയാണെന്ന് വിചാരിച്ചാ. എന്നിട്ട് എന്തെന്ന് പറയാ, എന്നാൽ നീ വണ്ടി ഓടിക്കുന്നത് ഓടിക്കും, എനിക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷേ എന്നോട് കരിയറിന് ഉച്ചത്തെ വന്നിട്ട് ഇതാണ് മൈജിയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഗായ്സ്, നമ്മളിപ്പോ എവിടെയാണ്? ഫുള്ള് ഒരു റോങ് സൈഡ്. നമ്മള് മണ്ണാർക്കാട് ചുരത്തിലാണ്. ഫുള്ള് ഇവിടെ ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാൻ ഭയങ്കര തപ്പുണ്ട്. എന്താ പറയാ, ഇപ്പൊ നമ്മള് മണ്ണാർക്കാട് ചുരത്തിലാണ്. ചുരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. മണ്ണാർക്കാട് ഈ ചുരം കാണാൻ വേണ്ടി, ശരിക്കും ചുരം കാണാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ വേറൊരു കാര്യമില്ല, ഒരു ദുരുദ്ദേശവും. അതുപോലെ തന്നെ അടുത്ത മാസം 19 അതുപോലെയാണ് ചുരം കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ വിജയം പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ച അപ്പൊ നമ്മൾ മൊട്ടനെയും നമ്മുടെ മൊട്ടടിച്ചിരിക്കണ മൊട്ടയടിച്ചിരിക്കുക. ഇത് നന്നായിട്ടാ, കാപ്പാനിലെ വിജയനെ പോലെയുണ്ട്. അങ്ങനെയല്ലല്ലോ, അല്ല ജയറാമിന്. ഇത് നിങ്ങൾക്ക് വ്ളോഗ് വരുവാടാ മിത്രേ. ഇത് സീൻട്ടാ ഇയാള്. ഇപ്പം നമ്മൾ ഡൂക്ക് എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്, പാലക്കാട്ടിലേക്ക്. ബിക്കോസ് നമ്മൾ ഞങ്ങൾ മേടിച്ചു. ഒന്നുമില്ല, ഒറ്റ വില സുഭാഷെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അർജുൻ കൊടുത്താണ്. അപ്പോൾ നമ്മൾ കല്ലടിക്കോടിൽ നിന്ന് ഇതുവരെ വണ്ടി ഓടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ എന്തിനാണ് സ്കൂട്ടി എടുത്തത്? എന്തായാലും ഇപ്പോൾ ഈ ഇടയ്ക്കാണല്ലോ വണ്ടി എടുത്തത്. ഡ്യൂക്ക് വല്ലതും എടുക്കാമായിരുന്നു എന്നാണ് വിചാരിച്ചത്. അത്ര അടിപൊളിയുണ്ട് കാര്യം. ഇപ്പോൾ നല്ല, എനിക്ക് ഭയങ്കര നന്നായി
കയറുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ വാടികയിലാണുള്ളത്. കണ്ണമ്പേരിയ അബി, സൺ ഓഫ് കാർത്തികേ, രണ്ടാളുടെ ബ്ലോഗർ നജീമൊക്കെ എന്ന് ഞാൻ തന്നെ എന്നെ വിശേഷിപ്പിക്കും. ഞാൻ ആൾക്കാരുടെ കമൻറ്റ് ഇടാൻ പറയാം, എൻ്റെ ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള ഈ സാധനം ബോറാണെന്ന് ഇവൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ക്ലിയർ ഇല്ലാത്ത സ്ഥലത്ത് നിർത്താൽ ഞാൻ അടിപൊളിയായിരിക്കും. ബിക്കോസ് എനിക്കറിയാലോ ബ്രോ ഇതൊന്നുമല്ല, ഇതൊന്നും തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ്. ആദ്യമായിട്ട് ഒരാൾ ഹൂഡീസ് ഒക്കെ ഇട്ടിട്ട് ഇയാള് നോക്ക് സീൻ ഞാനെ കണ്ടു നെട്ടി. അത്രയ്ക്കുള്ളത്. ഗൗതം പ്രസാദ് ഒരു സംഭവം പറഞ്ഞപ്പോ അതെന്തായാലും പിന്നെ ഈ ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ക്ലിക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. കൊറേ മറന്ന പോലെ ഉണ്ടല്ലേ. സൺ ഓഫ് കാർത്തികേയൻ വലിയ ഹൂഡീസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ പോസ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ ക്യാമറമാനൻ. ഞാനെടുത്ത് എനിക്കിഷ്ടപ്പെട്ടില്ല എൻ്റെ ഫോട്ടോ. ഞാൻ കുറേ ആയി പിക്ക് ഇട്ടിട്ട് എന്താണെന്നറിയില്ല. കല്യാണ കാസ്റ്റിൽ സേവ് ദ ഡേറ്റാ ബ്രോ, സേവ് ദ ഡേറ്റാ. ഗൈസ് നമുക്ക് ഫോട്ടോ ഒന്നും വേണ്ട, നമുക്ക് മതിയായി. മന്തി കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മന്തി കഴിച്ച് മതിയായി. അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങാം, അതാണ് സൂപ്പർ. ഈ തണലത്ത് ഇങ്ങനെ ഉറങ്ങിയാൽ സൂപ്പറായി. ഓ ഗൈസ്, ദിസ് ഈസ് സൂപ്പർ. എടുത്തില്ലേ കാല് കണ്ടു? കാലിലും കാണില്ല, വേണേ കാല് മാത്രമായിട്ട് എടുക്കാം. അപ്പൊ നമ്മ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഈ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചിരിക്കുകയാണ്. മാസം വാടക 300 രൂപ. നീ ആൾ കൊള്ളാടാ. ഞാനൊരു വ്ളോഗർ നജീമക്കെ ഫ്രം ഫേസ്ബുക്ക്. എനിക്ക് ശരിക്കും എന്താണെന്ന് അറിയില്ല, ഫോട്ടോ എടുത്തിട്ട് കുറേ ആയി. ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ടില്ല. അതുപോലെ ഈ പല്ല് ക്ലിപ്പ് അയച്ചിട്ട് ഈ സാധനം ഹേ ബ്രോ, ഞാൻ സൂപ്പറല്ലേ ഗൈസ്. ഇവിടെ ഇല്ലേ സത്യം പറഞ്ഞ ഈ വാടിക അതപ്പതിച്ചു പോയി. ഞാനിങ്ങനെ ഇടയിൽ ഇങ്ങനെ പോയിട്ട് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോ നമ്മള് വാടികന്ന് പുറത്തിറങ്ങാണ്. ഇവിടെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് അടിച്ചിട്ട് പൊയ്ക്കോളെ, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും ഇല്ലടാ, സബ്സ്ക്രൈബ് ചെയ്താലേ കാണുള്ളൂ. ഗായ്സ് എന്ന് പറയില്ല, ഇനി മാറ്റി ഗൂയ്സ്. ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അത് പറയാം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി വെറുപ്പിക്കലില്ല, ഇന്ന് നിർത്തി, ഇനി നാളെ.